അടുക്കുളങ്ങരക്കാവിൽ ചൊവ്വവിളക്കും ഗുരുതി പൂജയും നടന്നു. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. രാമന്തളിയിലെ അതിപുരാതനമായ തറവാട്ട് ക്ഷേത്രമായ പുല്ലാഞ്ഞിയോട്ട് ശ്രീ പ്രമാഞ്ചേരി ക്ഷേത്ര സമുച്ചയങ്ങളിൽ പ്രധാന ഉപദേവ സ്ഥാനമായ ശ്രീ അടുക്കുളങ്ങരക്കാവിൽ വർഷത്തിൽ ഒരു ദിവസം മാത്രം നട തുറന്നു നടത്തുന്ന ചൊവ്വവിളക്കും ഗുരുതി പൂജയും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് പാലക്കീലില്ലത്ത് ഈശ്വര വാദ്വാൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. വൈകിട്ട് 6 മണിക്ക് നടന്ന ദീപാരാധനയ്ക്ക് ശേഷം കലാശക്കല്ലിൽ ചൊവ്വവിളക്കു പൂജയും ഗുരുതി സമർപ്പണവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. തുടർന്ന് പായസ നിവേദ്യത്തിന് ശേഷം പ്രസാദ വിതരണത്തോടെ നടയടച്ചു. പുല്ലാഞ്ഞിയോട്ട് പ്രമാഞ്ചേരി ഭഗവതി ക്ഷേത്രം, ശ്രീ അടുക്കുളങ്ങരക്കാവ്, അടുക്കുളം നാഗസ്ഥാനം, ആരുടെ സദനം എന്നീ മനോഹരമായ ദേവസങ്കേതങ്ങൾ പെരുക വയലിനരികിലായി ഒരു സമുച്ചയ ഘടനയിലാണ് നിലകൊള്ളുന്നത്. വനദേവതാ സങ്കല്പമായ അത്യുഗ്രാമൂർത്തിയായ ശ്രീ അടുക്കുളങ്ങര ഭഗവതിയെ കുടുംബങ്ങൾക്ക് പുറമെ പരിസരവാസികളും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദീപം വെച്ച് ആരാധിക്കാറുണ്ട്. ഈ പ്രാവശ്യവും കുടുംബത്തിൽ നിന്നും പുറത്തുനിന്നുമായി ധാരാളം ഭക്തജനങ്ങൾ ഈ അപൂർവ പൂജയിൽ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, രാമന്തളി. അല്ല, ശരിക്കും ആരാ കണക്കാ തെറ്റിയത്? എന്റെ കണക്കൂട്ടലും തെറ്റിയെന്നാ ഞാൻ പറഞ്ഞേ. അത് പറ. ഇപ്രാവശ്യം വീട് പണി പൂർത്തിയാക്കണം എന്ന് വിചാരിച്ചിനി, പക്ഷെ ഒന്നും ശരിയായില്ല. ലോൺ എടുക്കാൻ വെച്ചാൽ വിശ്വസിച്ച് ഏത് ബാങ്കാന്ന്? അത്രേ ഇല്ലൂ. അതിനല്ലേ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്. ആടെയുള്ള കാർഷിക വായ്പ മാത്രല്ലേ? ആര് പറഞ്ഞു? ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി. അത് മാത്ര കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം. ശരിക്കും? പിന്നെ അല്ല. ഇപ്പം കണക്ക് ശരിയായ ഏത് കുറുമ്പടിയിലെ മുതലാളി. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.